Hello everyone, welcome to Competitive Cracker. അപ്പോൾ നമ്മുടെ HSA ഫിസിക്കൽ സയൻസിലെ കെമിസ്ട്രി ഭാഗത്തിൽ പെടുന്ന കൊളോയിഡ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കൊളോയിഡ്സിനെ പറ്റി പറയുന്നതിന് മുമ്പ് എവിടെ നിന്നാണ് ഈ കൊളോയിഡ്സ് എന്ന് പറയുന്ന ഒരു ടേം വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ മിശ്രിതങ്ങളെ അല്ലെങ്കിൽ മിക്സ്ചേഴ്സിനെ അവരുടെ സൈസ് അനുസരിച്ച് മൂന്നായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ട്രൂ സൊല്യൂഷൻ, രണ്ടെന്ന് പറയുന്നത് കൊളോയിഡൽ സൊല്യൂഷൻ, മൂന്നെന്ന് പറയുന്നത് സസ്പെൻഷൻ. ഈ ട്രൂ സൊല്യൂഷൻസിന്റെ കേസിൽ അവരുടെ പാർട്ടിക്കിൾ സൈസ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് പോലെ വളരെ കുറവാണ്. ഇനി കൊളോയിഡൽ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ പാർട്ടിക്കിൾ സൈസ് എന്ന് പറഞ്ഞാൽ ഈ ട്രൂ സൊല്യൂഷനും സസ്പെൻഷനും ഇൻ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും വരുന്നത്. ഇനി സസ്പെൻഷൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ പാർട്ടിക്കിൾ സൈസ് വളരെ വലുതായിരിക്കും. ഞാനിപ്പോ ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ട് പറഞ്ഞു പോയി. ഇനി എങ്ങനെയാണ് അവരുടെ സൈസ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മളുടെ ട്രൂ സൊല്യൂഷൻ അല്ലെങ്കിൽ യഥാർത്ഥ ലായനികളിലെ കണങ്ങളുടെ വലിപ്പം എന്ന് പറയുന്നത് 1 നാനോമീറ്ററിൽ താഴെ അവരുടെ വലിപ്പം വരാറുള്ളൂ. അത്രത്തോളം ചെറുതാണ്. നമുക്കറിയാം, ഒരു ട്രൂ സൊല്യൂഷൻ എടുക്കുകയാണ്, ഇപ്പം നമ്മുടെ സോൾട്ട് വാട്ടർ എടുക്കുകയാണ്. സോൾട്ട് വാട്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സോൾട്ട് വാട്ടറിലെ സൊല്യൂട്ട് പാർട്ടിക്കിളിനെയോ അല്ലെങ്കിൽ സോൾവെന്റ് പാർട്ടിക്കിളിനെയോ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്ത് അറിയാൻ പറ്റത്തില്ല. അതേസമയം നമ്മൾ കൊളോയിഡൽ ലായനിയിലെ പാർട്ടിക്കിൾസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവയിലെ കണങ്ങളുടെ വലിപ്പം ഏകദേശം 1 നാനോമീറ്റർ മുതൽ 1000 നാനോമീറ്റർ വരെയാണ്. മനസ്സിലാകുന്നു? ഇനി സസ്പെൻഷന്റെ കേസ് എടുത്താലോ? സസ്പെൻഷന്റെ കേസ് എടുത്താൽ അതിലെ കണങ്ങളുടെ വലിപ്പം സാധാരണയായി 1000 നാനോമീറ്ററിൽ കൂടുതലായിട്ടാണ് വരുന്നത്. അപ്പൊ ഈ ഒരു സൈസ് ചേഞ്ച് ഈ 3 മിശ്രിതങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കൊളോയിഡൽ പാർട്ടിക്കിളിനെ പറ്റിയിട്ടാണ്. അതിന്റെ ജനറൽ ആയിട്ടുള്ള സ്വഭാവങ്ങളും അതുപോലെ തന്നെ അത് കാണിക്കുന്ന അതിന്റെ ക്ലാസിഫിക്കേഷനിൽ ചില ക്ലാസിഫിക്കേഷനും ഒക്കെയാണ് നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ കൊളോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു ഭിന്നാത്മക മിശ്രിതമാണ്. എന്ന് പറഞ്ഞാൽ അതൊരു നമുക്ക് കാണുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കൊളോയിഡിന് ആദ്യം നമ്മൾ ഏതൊക്കെയാണ് എക്സാമ്പിൾസ് എന്ന് നോക്കണം. നമ്മുടെ പാല് ഒരു കൊളോയിഡാണ്. ഇനി നമ്മുടെ കഞ്ഞിവെള്ളം അതൊരു കൊളോയിഡാണ്. നമ്മൾ നോക്കുമ്പോഴത്തേന് അതിനൊരു യൂണിഫോമിറ്റി കാണുന്നെങ്കിലും എന്ന് വെച്ചാൽ ഒരു ഏകത കാണുന്നുണ്ടെങ്കിൽ അതിന്റെ പാർട്ടിക്കിൾ സൈസ് എല്ലാം ഒരേപോലെയാണ്, ഒരേപോലെ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊരു ഹോമോജീനിയസ് മിശ്രിതമാണെന്ന് വിചാരിക്കും. പക്ഷേ കൊളോയിഡൽ പാർട്ടിക്കിളിന്റെ പ്രത്യേകത തന്നെ അവരുടെ നേച്ചർ എങ്ങനെയായിരിക്കും? ഹെട്രോജീനിയസ് മിക്സർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഭിന്നാത്മക വ്യൂഹമാണ് കൊളോയിഡ്സ് എന്ന് പറയുന്നത്. അവര് ഹെട്രോജിനിറ്റി പ്രദർശിപ്പിക്കുന്നവരായിരിക്കും നമ്മുടെ കൊളോയിഡൽ സൊല്യൂഷൻസ് എല്ലാം. ഇനി ഇവിടെ നമ്മൾ സാധാരണ ഒരു സൊല്യൂഷന്റെ കേസിൽ ലായനി അല്ലെങ്കിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് അവിടെ 2 പാർട്ടിക്കിൾസ് കാണും. ഒരു സൊല്യൂട്ട് പാർട്ടിക്കിളും ഒരു സോൾവെന്റ് പാർട്ടിക്കിളും കാണും. അപ്പം അതുപോലെ തന്നെ ഈ കൊളോയിഡിന്റെ കേസിൽ നമ്മൾ 2 ഫേസ് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് ഫേസ് കാണും. ലാർജ് ഫേസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ സ്റ്റാർച്ച് വാട്ടർ എന്ന് പറഞ്ഞു. അവിടെ എന്താ നടക്കുന്നത്? വെള്ളത്തില് സ്റ്റാർച്ച് അല്ലെങ്കിൽ നമ്മളുടെ അന്നജത്തിനെ ലയിപ്പിക്കുകയാണ് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ സാധാരണ ഒരു സൊല്യൂഷന്റെ കേസിലാണെങ്കിൽ നമ്മൾ ഏത് ക്വാണ്ടിറ്റി ആണോ ലാർജിൽ എടുക്കുന്നത് അതിന് നമ്മൾ സോൾവെന്റ് എന്നും, ഏതാണോ ഡിസോൾവ് ചെയ്യാനായിട്ട് എടുക്കുന്നത് അതിന് നമ്മൾ സൊല്യൂട്ട് എന്നും പറയുന്നത്. ചെറിയ ക്വാണ്ടിറ്റിയിലുള്ളത് സൊല്യൂട്ടും ലാർജ് ക്വാണ്ടിറ്റിയിലുള്ളത് സോൾവെന്റും ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കൊളോയിഡ്സിന്റെ കേസിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? 2 ഫേസസ് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് പറയാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ ഇവിടെ ഒരു പദാർത്ഥത്തില് അതിസൂക്ഷ്മമായ കണങ്ങൾ പരിപ്രേക്ഷ്യാവസ്ഥ എന്ന് വെച്ചാൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. അത് വിതരണ മാധ്യമത്തില് വ്യാപനം ചെയ്തിരിക്കുന്നു. എന്ന് വെച്ചാൽ ഡിസ്പേഴ്സേഷൻ മീഡിയത്തില് അവര് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സൊല്യൂഷനിലെ പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. ഈ ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നില്ലേ, ഈ മീഡിയത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മളുടെ സോൾവെന്റ് എന്ന് പറയുന്നത്. ഡിസ്പേഴ്സ്ഡ് ഫേസിനെയാണ് നമ്മൾ സൊല്യൂട്ട് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സൂക്ഷ്മമായ കണങ്ങൾ വേറൊരു മാധ്യമത്തില് വ്യാപനം ചെയ്തിരിക്കുകയാണ് കൊളോയിഡ്സിന്റെ കേസിൽ നടക്കുന്നത്. മനസ്സിലാവുന്നു? ഇനി കൊളോയിഡുകളുടെ പ്രത്യേകതകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു കൊളോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഹെട്രോജീനിയസ് അല്ലെങ്കിൽ ഭിന്നാത്മകമായ ഒരു നേച്ചറാണ് സാധാരണഗതിയിൽ കൊളോയിഡ്സിനുള്ളത്. മനസ്സിലാകുന്നു? ഇവരുടെ സൈസ് റേഞ്ചിനെ പറ്റി ഞാൻ പറഞ്ഞു. 1 to 1000 നാനോമീറ്ററിന് ഇടയ്ക്കാണ് ഈ കൊളോയിഡ്സിന്റെ പാർട്ടിക്കിൾ സൈസ് വരുന്നത്. ഇനി കൊളോയിഡ്സിന്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ ഇത് നമ്മളുടെ ടിൻഡാൽ എഫക്റ്റ് കാണിക്കുന്നു. ടിൻഡാൽ എഫക്റ്റ് കാണിക്കുന്നെന്ന് പറയാൻ കാരണം നമ്മൾ ഇത് ഈ കൊളോയിഡൽ പാർട്ടിക്കിളിലൂടെ ലൈറ്റ് പാസ് ചെയ്ത് പോകുന്നു. അങ്ങനെ ലൈറ്റ് ടിൻഡാൽ എഫക്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഒരു ഇമേജ് കാണിച്ചു തരാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ എയറിലുള്ള പാർട്ടിക്കിൾസ് ഒക്കെ അല്ലേ, അത് ലൈറ്റിന് എന്ത് ചെയ്യും?
ആ ലൈറ്റിനെ അവർ സ്കാറ്റർ ചെയ്യും. അങ്ങനെ നമുക്ക് ആ ലൈറ്റിന്റെ പാത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടിൻഡാൽ എഫക്ട്. നമ്മളുടെ പഴയ ഓടിട്ട വീടുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കിയേ കാണും, അതിലെ സുഷിരത്തിലൂടെ ആ ഒരു എന്താണ് നമ്മുടെ ഡസ്റ്റ് പാർട്ടിക്കിൾസിലൂടെ ഈ ലൈറ്റ് നമ്മളിങ്ങനെ പ്രകാശം പോകുമ്പോഴത്തേന് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ലൈറ്റിന്റെ പാത്ത് വളരെ ക്ലിയർ ആയിട്ട് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടിൻഡാൽ എഫക്ട് എന്ന് പറയുന്നത്. നമ്മുടെ കൊളോയിഡ്സ് എടുക്കുവാണെങ്കിൽ ഈ കൊളോയിഡ്സ് ലൈറ്റിനെ സ്കാറ്റർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ പാർട്ടിക്കിൾ സൈസ് വളരെ കുറവായതുകൊണ്ട് ആ ലൈറ്റിന്റെ പാത്ത് നമുക്ക് വിസിബിൾ ആവും. അതുകൊണ്ട് തന്നെ കൊളോയിഡൽ പാർട്ടിക്കിൾസ് എന്ത് എഫക്ട് കാണിക്കുന്നുണ്ട്, ടിൻഡാൽ എഫക്ട് കാണിക്കുന്നുണ്ട്. അതേസമയം നമ്മൾ സസ്പെൻഷൻ എടുത്താലും അവരും എന്താണ്, അവരുടെ പാർട്ടിക്കിൾ സൈസിന്റെ ഇതിലും അവർക്കും ടിൻഡാൽ എഫക്ട് കാണിക്കാൻ പറ്റും. പക്ഷേ അവർക്ക് എന്ത് കാണിക്കാൻ പറ്റില്ല, ഈ ട്രൂ സൊല്യൂഷന്റെ കേസിൽ എന്ത് കാണിക്കില്ല, ടിൻഡാൽ എഫക്ട് കാണിക്കത്തില്ല. എന്ന് വെച്ചാൽ അവരുടെ പാർട്ടിക്കിൾ സൈസ് വളരെ ചെറുതാണ്, അതുകൊണ്ട് തന്നെ അവര് ടിൻഡാൽ എഫക്ട് കാണിക്കത്തില്ല. പിന്നെ ഇവരെ കുറച്ചു സമയം നമ്മുടെ കൊളോയിഡൽ പാർട്ടിക്കിൾസ്, ഇപ്പൊ നമ്മൾ കഞ്ഞിവെള്ളം എടുക്കുകയാണ്, കഞ്ഞിവെള്ളം എടുക്കുന്നു, ഞാൻ പറഞ്ഞ ഒരു കൊളോയിഡൽ സൊല്യൂഷൻ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ കഞ്ഞിവെള്ളം. അപ്പൊ നമ്മൾ കഞ്ഞിവെള്ളം എടുത്ത് കുറച്ചു സമയം വെറുതെ വെച്ചേക്കുവാണ്. അങ്ങനെ വച്ചിരുന്നാല് ഇവര് എന്ത് ചെയ്യത്തില്ല, അവർ സെറ്റിൽ ഡൗൺ ചെയ്യുമോ? സെറ്റിൽ ഡൗൺ ചെയ്യത്തില്ല. കഞ്ഞിവെള്ളത്തിൽ നമ്മുടെ സ്റ്റാർച്ച് സെപ്പറേറ്റും വെള്ളം സെപ്പറേറ്റും ആയിട്ട് ഇരിക്കത്തില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു കണ്ടീഷൻ നമ്മൾ കണ്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇവരെ ഡിസ്റ്റർബ് ചെയ്യാതെ വച്ചേക്കുമ്പോഴത്തേന് അവ എന്ത് ചെയ്യത്തില്ല, അത് സ്ഥിരതയുള്ളതായതുകൊണ്ട് തന്നെ അവർ സെറ്റിൽ ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസിന് സ്ഥിരതയുള്ളതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ ഇവരുടെ സെപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ നോക്കുമ്പോഴത്തേന് നമ്മളൊരു ഫിൽറ്റർ പേപ്പറിൽ കൂടെയൊക്കെ പാസ് ചെയ്യുമ്പോഴത്തേന് ഇവരെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷെ നമ്മൾ ഇവിടെ സെൻട്രിഫ്യൂജ് ചെയ്യുകയാണ്. ഒരു സെൻട്രിഫ്യൂജിൽ ഇവരെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതേസമയം സാധാരണ പ്രക്രിയകളിലൂടെ എന്ന് വെച്ചാൽ നമ്മുടെ ഫിൽറ്റർ പേപ്പറിലൂടെയൊക്കെ പാസ് ചെയ്യുമ്പോഴൊന്നും ഇവരെന്ത് ചെയ്യത്തില്ല, ഇവര് സെറ്റിൽ ഡൗൺ ചെയ്യത്തില്ല. അതുകൊണ്ട് അവർക്ക് സ്ഥിരതയുള്ളതാണെന്ന് നമുക്ക് പറയാം. പക്ഷെ സെൻട്രിഫ്യൂഗേഷൻ വഴി നമുക്ക് ഇവരെ എന്ത് ചെയ്യാൻ പറ്റും, സെറ്റിൽ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് കാണിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മോഷൻ ആണ് ഈ ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഈ ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ സിഗ്സാക് മാനറിൽ നോക്കിക്കേ, ഇവിടെ പാർട്ടിക്കിൾസ് സിഗ്സാക് മോഷനിൽ മൂവ് ചെയ്യും. ആ മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. നമ്മളുടെ കൊളോയിഡൽ പാർട്ടിക്കിൾസ് എന്തും കാണിക്കുന്നുണ്ട്, ഈ ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സും നമ്മുടെ കൊളോയിഡൽ പാർട്ടിക്കിൾസ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം എന്താണ്, കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമ്മുടെ കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ കാണാനായിട്ട് പറ്റത്തില്ല. പിന്നെ ഇവരുടെ ക്ലാസിഫിക്കേഷനിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ പല രീതിയിലും നമ്മൾ ക്ലാസിഫൈ ചെയ്യും. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏത് ക്ലാസിഫിക്കേഷൻ ആണെന്ന് നമുക്ക് വഴിയേ പറയാം. എന്ന് വെച്ചാൽ നമ്മുടെ പരിക്ഷിപ്ത പ്രാവസ്ഥയുടെയും വിതരണ മാധ്യമത്തിന്റെയും ഭൗതികാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡിസ്പേഴ്സ്ഡ് ഫേസിന്റെയും ഡിസ്പേർഷൻ മീഡിയത്തിന്റെയും ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവര് സോളിഡ് ലിക്വിഡ് അല്ലെങ്കിൽ ലിക്വിഡ് സോളിഡ് ആയിട്ടാണ്. ഇതിൽ ഏത് സ്റ്റേറ്റിലാണ് ഇതിന് അവരുടെ ഫിസിക്കൽ നേച്ചറിനെ അനുസരിച്ച് അവരെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ രണ്ടിന്റെയും പരസ്പര എന്താണ് ഇന്ററാക്ഷൻസ് വഴി അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻസ് സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്നുള്ളതിന്റെ ബേസിസിൽ അവരെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് അവരുടെ കണങ്ങളുടെ വലിപ്പത്തിനനുസരിച്ച് എന്ന് വെച്ചാൽ മൾട്ടിമോളിക്കുലർ കൊളോയിഡ്സ്, അതായത് തന്നെ മൈസെൽസ്, അങ്ങനെയുള്ള രീതിയിലും അവരെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ കൊളോയിഡൽ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത് അതിന്റെ വിതരണ മാധ്യമത്തിന്റെയും പരിപ്രേക്ഷാവസ്ഥയുടെയും ഫിസിക്കൽ നേച്ചർ അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഭൗതികാവസ്ഥയെ പരിഗണിച്ച് അവരെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അവരുടെ ക്ലാസിഫിക്കേഷനിലോട്ട് വരുമ്പോഴത്തേനും ഇവിടെ നമുക്ക് പല സ്റ്റേറ്റുകൾ പോസിബിൾ ആണ്. എന്ന് വെച്ചാൽ ഇവിടെ മീഡിയം എന്ന് പറയുന്നത് സോളിഡ് ആവുക, അതേ കണക്ക് തന്നെ നമ്മുടെ ഡിസ്പെർഷൻ ഫേസ് എന്ന് പറയുന്നത് എന്താണ്, ലിക്വിഡ് ആവുക. അതേപോലെ പല കണ്ടീഷൻസ് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. എന്ന് വെച്ചാൽ ഇവരുടെ ഭൗതിക അവസ്ഥകൾ എന്ന് വെച്ചാൽ ഖരം, ദ്രാവകം, വാതകം, ഇതിന്റെ മൂന്നിന്റെ ഒരു കോമ്പിനേഷൻ പല രീതിയിൽ വരും. അങ്ങനെ നമുക്ക് 9 കോമ്പിനേഷൻസ് നമുക്കിവിടെ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇവിടെ 9ാമത്തെ കോമ്പിനേഷനിൽ വരുന്നത് ഈ മീഡിയവും അതുപോലെ തന്നെ ഫേസും രണ്ടും വാതകങ്ങളാവുക. നമുക്കറിയാം വാതകങ്ങൾ തമ്മിൽ കലരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, വാതകങ്ങൾ തമ്മിൽ കലരുമ്പോഴത്തേന് അവിടെ ഒരു ഏകാത്മക മിശ്രിതം ഉണ്ടാവും. എന്ന് വെച്ചാൽ ഹോമോജീനിയസ് ആയിട്ടൊരു ഫേസ് ആണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പറഞ്ഞു കൊളോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഭിന്നാത്മക മിശ്രിതമാണ് അല്ലെ, അത് ഏകാത്മക മിശ്രിതമല്ല. ഇറ്റ് ഈസ് നോട്ട് ഹോമോജീനിയസ്. കൊളോയിഡ് എന്ന് പറഞ്ഞാൽ ഹോമോജീനിയസ് അല്ല, ഹെട്രോജീനിയസ് ഫേസിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ
രണ്ട് വാതകങ്ങൾ കലരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൊളോയിഡൽ സിസ്റ്റത്തിനെ നമുക്ക് കൊളോയിഡ് ആയിട്ട് പരിഗണിക്കാൻ പറ്റില്ല. കാരണം അതൊരു ഭിന്നാത്മക മിശ്രിതം അല്ല എന്നുള്ളതാണ്. അതൊരു എന്ന് വെച്ചാൽ അവര് ഡിഫ്യൂഷൻ സംഭവിക്കും. രണ്ട് ഗ്യാസുകൾ പരസ്പരം മിസിബിൾ ആകുമ്പോഴത്തേന് അവിടെ ഡിസ്ഫ്യൂഷൻ സംഭവിക്കും. ഡിഫ്യൂഷൻ സംഭവിക്കുമ്പോഴത്തേന് അവര് യൂണിഫോമിറ്റി കൈവരിക്കും. അപ്പൊ എന്തായിട്ട് മാറും? അവരൊരു ഏകാത്മക മിശ്രിതമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിനെ നമുക്ക് എന്തായിട്ട് പരിഗണിക്കാൻ പറ്റില്ല? നമുക്ക് ഒരു കൊളോയിഡൽ സിസ്റ്റം ആയിട്ട് പരിഗണിക്കാൻ പറ്റില്ല. ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സിസ്റ്റമാണ് കൊളോയിഡൽ സിസ്റ്റത്തിൽ പെടാത്തത്? നമുക്ക് ഇങ്ങനെ തരികയാണ്. എന്താണ്? പരിക്ഷിപ്ത പ്രാവസ്ഥയുടെയും വിതരണ മാധ്യമവും രണ്ടും എന്താണ്? വാതകങ്ങളായിരിക്കുക. ഒന്ന് വാതകവും ഒന്ന് ദ്രാവകവും ആവുക. ഒന്ന് വാതകവും ഒന്ന് ഖരാവസ്ഥയിലും വരിക. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏത് വരും? രണ്ടും വാതകങ്ങളാവുക. വേണമെങ്കിൽ ഇതും ചോദിക്കാം. എന്തുകൊണ്ടാണ് രണ്ട് വാതകങ്ങള് എന്താണ് രണ്ടും എന്ന് വെച്ചാൽ നമ്മുടെ ഫേസും മീഡിയവും രണ്ടും വാതകാവസ്ഥയിലായിരുന്നാൽ അതിനൊരു കൊളോയിഡൽ സിസ്റ്റം ആയിട്ട് പരിഗണിക്കാത്തത്? അപ്പൊ നിങ്ങൾ പറയുക, കൊളോയിഡൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതൊരു ഭിന്നാത്മക മിശ്രിതമാണ്, അല്ലെങ്കിൽ ഹെട്രോജീനിയസ് ആണ്. ഹോമോജീനിയസ് ആയിട്ടുള്ള മിക്സ്ചറുകളെ നമ്മൾ കൊളോയിഡ്സ് ആയിട്ട് പരിഗണിക്കാറില്ല. രണ്ട് വാതകങ്ങൾ പരസ്പരം എന്താണ് കലരുമ്പോഴത്തേന് അവിടെ ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ് സംഭവിക്കുന്നു, അവിടെ യൂണിഫോമിറ്റി വരുന്നു. അങ്ങനെ അതൊരു ഹോമോജീനിയസ് മിക്സ്ചർ അല്ലെങ്കിൽ ഒരു ഏകാത്മക മിശ്രിതമായിട്ട് മാറുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഒരു കൊളോയിഡൽ സിസ്റ്റം ആയിട്ട് പരിഗണിക്കാൻ പറ്റില്ല. മനസ്സിലായോ? ഇങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസ് വരാം. നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ അവിടെ നിന്നുള്ള പോസിബിൾ ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് അതിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു 8 ക്ലാസിഫിക്കേഷൻ. ഇവരുടെ ഭൗതിക അവസ്ഥയുടെ അടിസ്ഥാനത്തിൽ 8 ക്ലാസിഫിക്കേഷൻ പോസിബിൾ ആണ്. ഇത് പഠിച്ചു വെച്ചേക്കണം. കാര്യം ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്, പാൽ എന്തിന് ഉദാഹരണമാണ്? ഏത് ടൈപ്പ് കൊളോയിഡൽ സിസ്റ്റത്തിന് ഉദാഹരണമാണ് പാല്? അല്ലെങ്കിൽ നമ്മളുടെ സോപ്പ് പത ഏത് ടൈപ്പ് കൊളോയിഡൽ സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്? അല്ലെങ്കിൽ നിറമുള്ള ഗ്ലാസുകൾ ഏത് ടൈപ്പ് കൊളോയിഡൽ സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്? അല്ലെങ്കിൽ വേണമെങ്കിൽ നമ്മളോട് ചോദിക്കാം, നമുക്ക് ചീസ്, വെണ്ണ, ജെല്ലി, അതേപോലെ തന്നെ പുക, ഇത് തന്നിട്ട് ഇതിനകത്ത് ഏതാണ് ഓഡ് മാൻ ഔട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാം ക്വസ്റ്റ്യൻസ് വരാം. സോ നമ്മൾ ഇതെന്ത് ചെയ്യുക? നല്ല കാര്യമായിട്ട് തന്നെ പഠിക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിക്ഷിപ്ത പ്രാവസ്ഥയുടെയും വിതരണ മാധ്യമത്തിന്റെയും ഭൗതിക അവസ്ഥ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? നമ്മുടെ പരിക്ഷിപ്ത പ്രാവസ്ഥ, അതായത് ഡിസ്പേഴ്സ്ഡ് ഫേസ്. രണ്ടാമത് വന്നേക്കുന്നത് നമ്മുടെ ഡിസ്പേർഷൻ മീഡിയം അഥവാ വിതരണ മാധ്യമം. നോക്കിക്കേ, മൂന്നാമത് നമ്മൾ പറയുന്നത് കൊളോയിഡിന്റെ തരം, അല്ലെങ്കിൽ ഏത് കൊളോയിഡൽ സിസ്റ്റമാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ പറഞ്ഞേക്കുന്നത് അതിന്റെ ഉദാഹരണം. ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പൊ നമ്മൾ നോക്കിക്കേ, ആദ്യം വരുന്നത് നമ്മുടെ പരിക്ഷിപ്ത പ്രാവസ്ഥ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത് എല്ലാം സോളിഡ് വരിക. പിന്നെ നമ്മുടെ വിതരണ മാധ്യമം ഇവിടെ മാറിക്കൊണ്ടിരിക്കും. നോക്കിക്കേ, ആദ്യം നമ്മളുടെ എന്താണ്? നമ്മുടെ ഫേസ്, ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡ് ആവുക അല്ലെങ്കിൽ ഖരമാവുക. രണ്ടും ഖരമായിട്ട് വരിക. നമ്മുടെ ഫേസും മീഡിയവും ഖരമായിട്ട് വരുമ്പോൾ നമ്മൾ അതിനെ എന്തെന്ന് പറയും? ഖരസോൾ എന്ന് പറയും. അതിന് എക്സാമ്പിൾ ആണ് നിറമുള്ള കല്ലുകള്, രത്നക്കല്ലുകള്, ഇവരെല്ലാം. മനസ്സിലാവുന്നു? എക്സാമ്പിൾ വെച്ചിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുകൊണ്ട് അത് ഓർത്ത് വെച്ചേക്കണം. അടുത്തത് വരുന്ന എന്താണ്? നമ്മളുടെ ഈ ഒരു പരിക്ഷിപ്ത പ്രാവസ്ഥ അല്ലെങ്കിൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത് ഒരു ഖരാവസ്തു ആവുക. ഡിസ്പേർഷൻ മീഡിയം അല്ലെങ്കിൽ വിതരണ മാധ്യമം എന്ന് പറയുന്നത് ഒരു ദ്രാവകമാവുക. എന്ന് പറഞ്ഞാൽ ഈ ദ്രാവകത്തില് ഈ ഖരത്തിന് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഡിസ്പേഴ്സ് ചെയ്തേക്കാണ്, അല്ലെ? അപ്പൊ അതിന് നമ്മൾ എന്ത് പറയും? സോൾ എന്ന് പറയും. അപ്പൊ നോക്കിക്കേ, പെയിന്റ്, കോശദ്രവ്യങ്ങള്, ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? നമ്മളുടെ സോളിന് എക്സാമ്പിൾ ആണ്. നിങ്ങൾ ഇവിടെ പഠിക്കുമ്പോൾ നോക്കിക്കേ, ഇവിടെ ദ്രാവകം, ഇവിടെ മീഡിയം കൂടുതലാണ്. എന്ന് വെച്ചാൽ പെയിന്റില് ലിക്വിഡ് അപ്പിയറൻസ് അല്ലേ കൂടുതൽ. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വിതരണ മാധ്യമം ലിക്വിഡ് ആയതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ മാധ്യമം അല്ലേ കൂടുതൽ. നമ്മൾ സൊല്യൂഷൻ എടുക്കുമ്പോൾ സോൾവെന്റ് പ്ലസ് സൊല്യൂട്ട് ആണ്. സോൾവെന്റ് കൂടുതലും സൊല്യൂട്ട് കുറവും, ആ രീതിയിൽ ചിന്തിക്കുക. അപ്പൊ ഇവിടെ സോൾ എന്ന് പറയുമ്പോഴത്തേന് ഇവിടെ ദ്രാവകം കൂടുതലും ഖരം കുറവുമാണ്. അപ്പൊ അങ്ങനെയല്ലേ പെയിന്റിന്റെ ഒക്കെ അപ്പിയറൻസ് വരുന്നത്. അപ്പൊ അവിടെ അങ്ങനെ വരും. ഇനി മൂന്നാമത്തെ സിസ്റ്റത്തിൽ വരുന്നത് നമ്മുടെ ഡിസ്പേഴ്സ്ഡ് ഫേസ് അല്ലെങ്കിൽ നമ്മളുടെ പരിക്ഷിപ്ത പ്രാവസ്ഥ ഖരാവസ്ഥയിൽ വരിക. നമ്മുടെ വിതരണ മാധ്യമം, നമ്മുടെ മീഡിയം എന്തായിട്ട് വരിക? വാതകമായിട്ട് വരിക. ഇവിടെ വാതകാവസ്ഥയാ കൂടുതലായിട്ട് വരുന്നത്, സോളിഡ് കുറവാണ്, അല്ലെ? അങ്ങനെ വരുന്നതിന് നമ്മൾ എന്ത് പറയും? എയ്റോസോൾ എന്ന് പറയും. അതിന് എക്സാമ്പിൾ ആണ് പുക, പൊടി. ഇവിടെയൊക്കെ എങ്ങനെയാ വരുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കിക്കുക, പുകയെന്ന് പറയുമ്പോഴും പൊടി എന്ന് പറയുമ്പോഴും ഒക്കെ അവിടുത്തെ ഒരു ഗേഷ്യസ് അപ്പിയറൻസ് ആയിരിക്കും കൂടുതൽ. അവിടെ പാർട്ടിക്കിൾസ് ഡിസ്പേഴ്സ് ചെയ്തേക്കാണ്. എന്ന് വെച്ചാൽ സോളിഡ് കുറവും നമ്മുടെ
ഗ്യാസ് കൂടുതലുമാണ്. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് എയറോസോൾ. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഈ പരിക്ഷിപ്ത പ്രാവസ്ഥ ഖരമായ സമയത്തെല്ലാം നമ്മൾ അതിനെ സോൾ എന്ന് പറഞ്ഞു പല പേരുകളിൽ. ഇപ്പൊ രണ്ടും ഖരമാണെങ്കിൽ, നമ്മുടെ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും രണ്ടും സോളിഡ് ആണെങ്കിൽ നമ്മൾ അതിനെ ഖരസോൾ എന്ന് പറഞ്ഞു. ഒരെണ്ണം മാത്രം ദ്രാവകമായിട്ട് വരിക എന്ന് വെച്ചാൽ മീഡിയം ദ്രാവകമാവുമ്പോൾ നമ്മൾ അതിനെ സോൾ എന്ന് പറഞ്ഞു. ഇനി മീഡിയം വാതകമാകുമ്പോൾ നമ്മൾ എയ്റോസോൾ എന്ന് പറഞ്ഞു, എന്ന് വെച്ചാൽ വാതകത്തിൽ ലയിപ്പിച്ചിരിക്കുന്നു, അതുകൊണ്ട് എയ്റോസോൾ എന്ന് പറഞ്ഞു. ഇനി ഈ രീതിയിൽ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ഈസിയാണ്. അടുത്ത നമ്മൾ പറയുന്നത് എന്താണ്, നമ്മള് ഈ ഫേസ് എല്ലാം എന്ന് വെച്ചാൽ നമ്മുടെ പരിക്ഷിപ്ത പ്രാവസ്ഥ എല്ലാം എന്ത് വരിക, ദ്രാവകാവസ്ഥയിൽ വരിക, ബാക്കിയുള്ളത് വ്യത്യാസം വരിക. നോക്കിക്കേ, ആദ്യം നമ്മുടെ ഫേസ് ദ്രാവകം വരിക, നമ്മുടെ മാധ്യമം ഖരമാവുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതിന്റെ പേരാണ് ജെൽ എന്ന് പറയുന്നത്. അപ്പൊ ആ സിസ്റ്റത്തിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ചീസ്, വെണ്ണ, ജെല്ലി, ഇതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഇവിടെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ജെല്ലിയുടെ അപ്പിയറൻസ് ഒന്ന് നോക്കിക്കുക, അവിടെ ഖരമല്ലേ കൂടുതൽ, അവിടെ വിതരണ മാധ്യമമായിട്ട് വരുന്നത് ഖരമാണെന്ന് വെച്ചാൽ ഖരത്തിലത്തെ കുറച്ച് ലിക്വിഡ് ഉണ്ട് അല്ലെ, അങ്ങനെ ജെല്ലി മിഠായി ഒന്ന് ചിന്തിച്ചു നോക്കി. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അവിടെ ആ ഒരു സോളിഡ് കൂടുതലും ലിക്വിഡ് കണ്ടന്റ് കുറവുമാണ് അല്ലെ. അതുകൊണ്ട് നമ്മൾ അതിന് എന്തെന്ന് പറയും, ജെല്ലെന്ന് പറയും. അതിന് എക്സാമ്പിൾ ആണ് ചീസ്, വെണ്ണ, ജെല്ലി, ഇതൊക്കെ. ഇനി എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് എമൽഷൻ എന്ന്. നമ്മുടെ പരിക്ഷിപ്ത പ്രാവസ്ഥയും നമ്മുടെ വിതരണ മാധ്യമവും രണ്ടും ലിക്വിഡ് ആവുക, അല്ലെങ്കിൽ രണ്ടും ദ്രാവകാവസ്ഥയിൽ വരിക, അങ്ങനെ വരുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എമൽഷൻസ് എന്ന് പറയുന്നത്. എമൽഷൻസിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എന്ത്, നമ്മുടെ പാല് പോലെയുള്ളതൊക്കെ, അതേണക്ക് തന്നെ ഹെയർ ക്രീമുകൾ, ഇതൊക്കെ എമൽഷൻ എക്സാമ്പിൾ ആണ്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് എന്താണ്, ഈ ദ്രാവകം എന്താണ്, ഒരു വാതകത്തിൽ നമ്മൾ ഡിസ്പേഴ്സ് ചെയ്യുക. ഇവിടുത്തെ വിതരണ മാധ്യമം വാതകവും നമ്മുടെ പരിക്ഷിപ്ത പ്രാവസ്ഥ ദ്രാവകവുമായിട്ട് വരിക, അതിന് നമ്മൾ എന്ത് പറയും, എയറോസോൾ എന്ന് പറയും. ഇതുപോലെ തന്നെ വരുന്നത്. പക്ഷെ ഇവിടെ എങ്ങനെ നമുക്ക് വ്യത്യാസം മനസ്സിലാക്കാന്ന് അറിയാവോ, നിങ്ങൾ എക്സാമ്പിൾ നോക്കുക, മഞ്ഞെന്ന് പറയുമ്പോൾ അതിനകത്തൊരു വെള്ളത്തിനൊരു കണ്ടന്റ് നമുക്ക് വരുന്നുണ്ട്. ധൂമപടലം, വെള്ളത്തിന്റെ കണ്ടന്റ് കൂടുതലായിട്ട് നമുക്ക് തോന്നും. കീടനാശിനികളുടെ സ്പ്രേ, അവിടെ എന്താ കൂടുതൽ, ദ്രാവക കണ്ടന്റ് അല്ലേ കൂടുതൽ, അല്ലെങ്കിൽ ലിക്വിഡ് കണ്ടന്റ് അല്ലേ കൂടുതൽ. ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചിന്തിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. മനസ്സിലാവുന്നു? ഇവിടുത്തെ വിതരണ മാധ്യമം എന്ന് പറയുന്നത് ഇവിടെ എല്ലാം എന്താണ്, ദ്രാവകം വാതകത്തിൽ ലയിപ്പിക്കുക. ഇവിടെ നോക്കിക്കേ, എയറോസോൾ എന്ന് പറയുമ്പോൾ ഖരം വാതകത്തിൽ ലയിപ്പിക്കുമായിരുന്നു അല്ലെ. ഇവിടെ ആദ്യം നമ്മുടെ വിതരണ മാധ്യമം എന്തായിട്ട് വരികയാണ്, നമ്മുടെ വാതകമായിട്ട് വരികയും നമ്മുടെ ഫേസ് എന്ന് പറയുന്നത് ഖരമായിട്ട് വരികയും ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഇവിടെ വാതകമാണ് കൂടുതൽ അല്ലെ, പുക, പൊടിയൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഇനി ഇവിടെ വരുമ്പോ എന്താണ്, ഇവിടെ വരുമ്പോഴത്തേന് ദ്രാവകവും വാതകവും വരുന്നു. എന്ന് വെച്ചാൽ ഫേസ് നമ്മുടെ ദ്രാവകവും നമ്മുടെ മീഡിയം എന്ന് പറയുന്നത് വാതകവുമായിട്ട് വരിക, അതിന് എക്സാമ്പിൾ ആണ് എയ്റോസോൾ എന്ന് പറയുന്നത്. മഞ്ഞ്, ധൂപപടലം, കീടനാശിനികളുടെ സ്പ്രേ, അതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്, നമ്മുടെ എയ്റോസോളിന് എക്സാമ്പിൾ ആണ്. ഇവിടെ ഖരവും ദ്രാവകവും, ഇവിടെ ദ്രാവകവും വാതകവും, ആ രീതിയിൽ ചിന്തിച്ചാൽ മാത്രം മതി. മനസ്സിലാവുന്നു? ഇവിടെ ഖരം വാതകം, ഇവിടെ ദ്രാവകവും വാതകം. ഓക്കെ, അത് എയറോസോൾ ആണ്. ഇനി വാതകവും ഖരവും വരിക, വാതകം ഡിസ്പേഴ്സ്ഡ് ഫേസും ഖരം എന്ന് പറയുന്നത് ഡിസ്പേർഷൻ മീഡിയം ആയിട്ട് വരിക. അതിന് നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ സോളിഡ് സോൾ അല്ലെങ്കിൽ ഖരസോൾ എന്ന് പറയും. അതിന് എക്സാമ്പിൾ ആണ് പിമിംഗ് സ്റ്റോൺ, ഫോം റബ്ബർ ഒക്കെ. പിമിംഗ് സ്റ്റോൺ എന്ന് വെച്ചാൽ നമ്മുടെ കാലൊക്കെ വൃത്തിയാക്കാനായിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യും, അതിനകത്ത് നിറച്ച് പോർസ് ഒക്കെ വരും, അങ്ങനത്തെയാണ് ഈ പിമിംഗ് സ്റ്റോൺ എന്ന് പറയുന്നത്. അതെന്തിന് എക്സാമ്പിൾ ആണ്, ഖര ഫോമിന് എക്സാമ്പിൾ ആണ്, അല്ലെങ്കിൽ ഖര ഫോമിന് എക്സാമ്പിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അവിടെ എന്ന് പറഞ്ഞാല് ഖരത്തില് എന്താണ്, ഗ്യാസസ് ഡിസ്പേഴ്സ് ചെയ്തേക്കാണ്. ഇനി ലാസ്റ്റ് വരുന്നതാണ് ഇവിടെ മീഡിയം വാതകമായിട്ട് വരിക, ദ്രാവകമായിട്ട് വരിക, അതിന് നമ്മളൊരു വാതകം ഡിസ്പേഴ്സ് ചെയ്തേക്കുന്നു. അതിന് എക്സാമ്പിൾ, അതിന് നമ്മൾ പറയുന്ന പേര് ഫോം എന്നാണ്. അപ്പൊ അവിടെ വരുന്ന എക്സാമ്പിൾ ഒക്കെ ഏതൊക്കെയാണ്, പത വരും, പതപ്പിച്ച ക്രീം വരും, നമ്മുടെ സോപ്പ് പത, ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്, നമ്മളുടെ ഫോമിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങൾ 1-2 പ്രാവശ്യം ഒന്ന് നോക്കിയാൽ മതി. ഇപ്പൊ നമുക്ക് ഈസി ആയിട്ട് പറയാം, എമൽഷൻ എക്സാമ്പിൾ ഏതാണ്, പാല്, ഹെയർ ക്രീം ഒക്കെ എമൽഷനിൽ വരുന്നതാണ്. ഇനി നമ്മുടെ സോളിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് പെയിന്റ്, സെൽ ഫ്ലൂയിഡ്സ്. സോൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വരുന്നത്, സെൽ ഫ്ലൂയിഡ്സിൽ ലിക്വിഡ് കണ്ടന്റ് കൂടുതൽ, ഖരം കുറവ്. പെയിന്റ് ആയിരുന്നാലും അതാണ്, ലിക്വിഡ് അപ്പിയറൻസ് കൂടുതൽ, അതുകൊണ്ട് അതിന് എക്സാമ്പിൾ ആണ്, സോളിന് എക്സാമ്പിൾ ആണ്. അവിടെ എന്ന് പറഞ്ഞാല് ദ്രാവകം എന്ന് വെച്ചാൽ ഇവിടെ ദ്രാവകത്തിൽ ഖരം ഡിസ്പേഴ്സ് ചെയ്തേക്കും. മനസ്സിലാവുന്നു? ആ രീതിയിൽ ചിന്തിച്ച് പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഈ ഖരസോളിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്
ഫ്യൂമിങ്സ്, നമ്മുടെ നിറമുള്ള ഗ്ലാസുകളും രത്നക്കല്ലുകളും ഒക്കെ, ഇതിന്റെ എക്സാമ്പിൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനും, അല്ലെങ്കിൽ നമ്മളോട് ഇങ്ങനെ ചോദിക്കും എമൽഷനകത്ത് ഏത് തരം കൊളോയിഡൽ സിസ്റ്റം ആണ്, അപ്പം ലിക്വിഡിൽ അല്ലെങ്കിൽ ദ്രാവകത്തിൽ ഡിസ്പേഴ്സ് ചെയ്തേക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ എമൽഷൻ എന്ന് പറയുന്നത്. ഈ രീതിയിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് വരാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബാക്കിയുള്ള ക്ലാസിഫിക്കേഷനുകളിലോട്ട് പോകുന്നില്ല, ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ HSCയുടെ നോട്ടിഫിക്കേഷൻ ബാക്കിയുള്ളതിന്റെയൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ ഫിസിക്കൽ സയൻസിന്റെ കേസിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. എന്നിരുന്നാലും നമ്മള് ഈ ഒരു സ്വപ്നം കാണുന്നവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് HSA ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ CC-യിലും നമ്മുടെ HSA ഫിസിക്കൽ സയൻസിന് വേണ്ടിയിട്ടും, അതുപോലെ ഇംഗ്ലീഷ്, മാത്സ്, സോഷ്യൽ സയൻസ്, ഹിന്ദി, മലയാളം, നാച്ചുറൽ സയൻസിനൊക്കെ വേണ്ടിയിട്ടും ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രത്യേകതകൾ, നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ലൈവ് സെഷൻസ് എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ലൈവ് മിസ്സായി പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡഡ് വേർഷൻസ് അവൈലബിൾ ആണ്. നിങ്ങളുടെ മെന്റേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടാവും കാര്യമായിട്ട്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ എന്ന് വെച്ചാൽ, നമുക്ക് എപ്പോഴും ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മുടെ മുമ്പ് നടന്ന HSA ഫിസിക്കൽ സയൻസ് എക്സാമിന്റെ ഒരു പാറ്റേൺ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാര്യം PSCയുടെ പാറ്റേൺ ഒക്കെ അടിമുടി മാറിയിട്ടുണ്ട്. അപ്പൊ പണ്ടൊക്കെ വളരെ ഡയറക്റ്റ് ആയിട്ട്, ഇപ്പൊ നമ്മളോട് ചോദിക്കും ജെല്ല് എന്തിന് എക്സാമ്പിൾ ആണെന്ന് ഡയറക്റ്റ് ചോദിക്കും. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ച് നമുക്ക് പോകാൻ പറ്റില്ല. കുറച്ചുകൂടെ നമ്മൾ തറവായിട്ട് പഠിച്ചാൽ മാത്രമേ, എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, പക്ഷെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണ്ടേ. അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഹാർഡ് ആയിട്ടുള്ള വേയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്കറിയാം ഈ ഒരു അധ്യാപക പോസ്റ്റിന്റെ ഒരു പ്രാധാന്യമൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങളുടെ സബ്ജക്റ്റുമായിട്ട് നിങ്ങൾക്ക് കുറെ ടച്ചിൽ നിൽക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല സാലറി സ്കെയിലാണ്. അപ്പൊ നിങ്ങളും ഒട്ടും സമയം കളയാതെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഈ കോഴ്സിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഈ കോൺടാക്ട് നമ്പറിലുണ്ട്. എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എല്ലാവരും ജോയിൻ ചെയ്യുക. താങ്ക് യു.